எல்லாத்தையுமே கேட்குறாரு அவரு. ഒന്നാമത് പെരും മനമാണ് ഈ മനസ്സിൽ കൂടെ. ഞാനങ്ങനെയാണോ ആകെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഈ കണ്ടു പരിചയം വെച്ചുള്ള ഗീറ്റാ ഗീക്കുന്നത്. ഇങ്ങനെ ഉറക്കം അങ്ങനെ ഉണ്ടാവും. ഉറക്കം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരോർക്കം കഴിഞ്ഞപ്പോഴേ എന്തോ തട്ടുമുട്ടൊക്കെ കേട്ടു. ഇവിടെ ഇടയ്ക്ക് ആന ഇറങ്ങും. അയ്യോ, ആനിറങ്ങും. ആനിറങ്ങിയാൽ ഭയങ്കര പ്രശ്നവുമില്ല കേട്ടോ. പേടിക്കാനൊന്നുമില്ല. 2 പ്രാവശ്യം എന്റെ വീട് തള്ളി കളഞ്ഞു. അവരൊന്നും ഉന്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഇറങ്ങും. അത്രേ ഉള്ളൂ. ഇത് പേടിക്കാനൊന്നുമില്ല. ഒരെണ്ണം കട്ടയ്ക്ക് എടുത്തേച്ച് ചേരിയാണെന്ന് കുറച്ച് അവർ ഒന്നും അറിയില്ല. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒച്ചയായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ തീ പോലെ ഒരു സാധനം പോയി. ഈ സൈറൻ അടിക്കും പോലെ, ഈ ചിഹ്നം പിടിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടാൽ ഏതാണ്ട് അതുപോലെ ഉണ്ടാവും. അതിനെന്നറിയാം, ഈ വടക്കേമലയിൽ തീച്ചാമുണ്ടി തെക്കേമലയിലേക്ക് പോകുന്ന അവിടെ ഒരു സാഹിബിന്റെ പഴയ പള്ളിയുണ്ട്. മാതാവിന്റെ അതന്നെ. ചേർത്തി അനിയത്തിനെ കാണാൻ പോകുന്ന ഇതിനല്ലാതെ ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. ശ്രദ്ധിക്കണ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്ര കറച്ചില് ഒന്നും അന്ന് കൂടിക്കണ. இவர் ஃபுல் பெர்ஃபார்மன்ஸ் நம்ம பார்த்ததில்ல. കാട്ടുമാക്കാരൻ പോലെ അയാളുടെ പറമ്പിലെ കപ്പ അയാളുടെ എലി പോലും കയറിയല്ല. അവിടെ വേറെ ആരുമില്ലേ? 2 ഭാര്യമാരെ ചവിട്ടിക്കൊന്നല്ലേ. இதோட அவரா பீடி தாத்தா കെട്ടുപ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിർത്തിക്കൊന്നു. உள்ள வந்து சைலண்ட் ஆனாங்களே நிற்கிறாரு பீடி. இப்படி என்னன்னு தெரியலையே. ഷാപ്പിൽ വന്ന് ആരോടും മിണ്ടൂലല്ലേ? അയാളോട് മിണ്ടാൻ കൊള്ളിയല്ല. 2 വർഷം മുമ്പ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അയാളെ തപ്പി 2 പോലീസുകാരോടോ ഈ നാറി അയാളെ പറ്റിയത്. ഇവിടെ പോലീസൊക്കെ വരും. കേസ് എന്തായിരുന്നു? നിനക്കങ്ങനെ പോലീസിനെ പേര് വേറെ പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഒരു പോലീസും വരികയില്ല. അങ്ങനെ ഒരു പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരാൻ വണ്ണം പോവില്ല. ചില വിഷമിക്കും. അറിയാമല്ലേ, நானே போலீஸ் தான்டா. ஒரு செகண்ட் சைலண்ட் ஆச்சு வித் ஃபுல்லா. തീറ്റയും കുടിയില്ലാതെ ഒരു പണിയില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് ആ തങ്ങന്റെ വീട് വരെ പോയി നോക്കിയാൽ തന്നെ അവന്റെ പെണ്ണുപിള്ളി അവിടെ കാണും. എഴുന്നേറ്റ് പോടാ. നിങ്ങളുടെ പണിസ്ഥലം അവിടെ നിന്ന് പിന്നെ നടക്കണം കുറെ ദൂരം കൂടെ. ചേച്ചി, നമ്മുടെ ഷാപ്പുകാരന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? கட்டிட்டு எடுத்தேன் ஆகுது. இவங்க யாரோ எடுத்துன்னு வராங்க. அது எப்படி இதே மாதிரி கீழே பார்த்தாங்க. கீழே ஒருத்தங்கன்னாங்க. அவர் ஒரு வேர்டு சொன்ன ஞாபகம் இருக்கா? ரொம்ப நாள் இங்கே இருந்த மாதிரி ஒரு ஃபீல் இருக்குங்க. அந்த பிரம்மயுகம். അമ്മാമേ, നീ ഏതാ? നിന്നെ ഇവിടെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് ഊർത്തുന്നാ. അതല്ല, ഇവിടെ എന്തിനാ വന്നാ ചോദിച്ചത്. ഞാൻ തങ്കച്ചന്റെ പറമ്പിലേ റബ്ബറിന് കുഴി കുത്താൻ വേണ്ടി വന്നാ. എന്നിട്ട് കുത്തി കഴിഞ്ഞോ? അതിന് തങ്കച്ചൻ അവിടെ ഇല്ലല്ലോ. ഈ പ്രദേശത്ത് ഇരുട്ടിന്ന് വന്ന് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ കുഴി കുത്തുവല്ലേടാ? നീ കുഴി കുത്തുവല്ലേ? ചുരുളിയിൽ വന്നിട്ട് നീ കുഴി കുത്തുവല്ലേടാ? பயமாகுதுடா. அடிக்க போறாங்க. என்னடா சவுண்ட் அது? கட்டை வெட்டுற சவுண்டு.
കുത്തിന്ന് വന്നാங்க എനിക്ക് റെസിഡന്റ് ഇവിൽ மாதிரி வச்சு டக்குன்னு നീ എന്ന് പറയണം ഇവിടെ നീയാണോ ചെയ്ത് ഞാനാണോ എന്റെ സബോർഡിനേറ്റ് നിങ്ങൾ തള്ളിയേക്കുന്നത് മനസ്സിലായോ അവിടെ എല്ലാവരും പുറത്തു വരാം നീ നാട് പോകുന്ന ചേട്ടൻ സാറെന്ന് വിളിക്കണം ഇനി ആരിലൊക്കെ നീ സാറെന്ന് വിളിച്ചാൽ മനസ്സിലായോ മറ്റുള്ളവരൊക്കെ ഇപ്പം മാറിപ്പോണ്ട് അങ്ങനെ വിളിച്ച ചവിട്ടി എഴുതട്ടാ അവൻ മാറില്ല സാറേ എന്റെ അഭിപ്രായത്തിൽ ഒരു ബറ്റാലിയൻ പോലീസ് തോക്കുമായി വന്നിട്ട് വന്നിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ മതി ഇവന്മാരൊക്കെ പിടിച്ചിട്ട് പോണം കാരണം മൊത്തം ക്രിമിനൽസ് ആണ് അപ്പൊ നമ്മള് ഒരു ലോഡ് പിടികിട്ട പുള്ളികളെ പിടിച്ചു അല്ല സാറ് മോനെ ഷാജീവ എത്ര കൊല്ലായി മോൻ സർവീസിൽ കയറിയിട്ട് 5 വർഷമായി 20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് അതിൽ തന്നെ 6 വർഷമായിട്ട് ക്രൈം സ്ക്വാഡിലാണ് ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കും നമ്മൾ പോലീസുകാരെ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആരുമായിട്ടാണ് ക്രിമിനലുകളുമായിട്ട് ഈ ക്രിമിനൽസിനെ പറ്റി നമുക്ക് വിവരം തരുന്നത് ആരാ ഇതേ ക്രിമിനൽസ് തന്നെ ചുരുക്കി പറഞ്ഞ അവര് നമ്മുടെ കന്യ മോനെ ഷാജീവ അപ്പൊ നമ്മൾ ആരും പിടിക്കേണ്ടതാണ് അങ്ങനെയല്ലടാ ഈ ലോകം മുഴുവൻ നമുക്ക് ആവശ്യമുള്ള നാറുകളെ നമ്മൾ പിടിക്കുന്നു മറ്റുള്ളവരെ നമ്മൾ കാണുന്നേ ഇല്ല ഇപ്പോ ഇവിടുത്തെ ഈ മാനേര് അവൻ പണ്ട് കൊച്ചു മുങ്ങിയതാ എനിക്ക് അവനെ മനസ്സിലായി അവൻ ആവശ്യമില്ല മനസ്സിലായി അപ്പൊ സുകുമാരക്കുറുപ്പിനെ കിട്ടിയാലും പിടിക്കണ്ടേ നീ കുറച്ച് അച്ചാറെടുത്തേ കുറുപ്പ് ഇപ്പം എന്റെ മുമ്പിൽ വന്ന് നിന്നാ ഞാൻ പറയും എന്റെ പൊന്നു കുറുപ്പേട്ടാ നിങ്ങൾ മുങ്ങിക്കോ നിങ്ങളെ പിടിച്ച പിന്നെ എന്നാ ഒരു രസം ഇവന്മാര് നാളെ അതങ്ങ് മറക്കും ഇപ്പോഴാണെങ്കിലോ ഒരു 200 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു നീ പേടിച്ചു രണ്ടാളും കുമാരക്കുറുപ്പിന്റെ ശോഭരാജന്റെ കാര്യമൊക്കെ പറയുന്നത് എല്ലാവരും തട്ടാനുള്ള പരിപാടിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ നേരത്തെ പറഞ്ഞോ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നാളെ മറ്റന്നാൾ ഷാപ്പില്ല എൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന 2 പേർക്കും വല്ല ഇറച്ചി മീനും കൂട്ടി ബേഷായിട്ട് ഞണ്ണ ഇതൊന്ന് ചാക്കി പറക്കി വെച്ചാണോ നീ മൂജിന്ന് വിളിക്കണേ പിഴിഞ്ഞു കുടിക്കണം ഓ എന്റെ പൊന്നടാ മക്കളെ നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരിച്ചാൽ ഒന്നും വൃത്തിയാക്കാൻ കൂടും നാളെ ഇവിടെ ആൾക്കാർ വരണ്ടായിരുന്നു വൃത്തിയാക്കാൻ കൂടാന്ന് നീ ഒരു കാര്യം ചെയ്തേ ഈ തീക്കലിൽ ഇച്ചിരി ചെട്ടക്കകത്ത് വാരി ഇച്ചിരി കുഞ്ചിരിക്കോട്ടിരുന്നോ ശരിക്കും വീശി എടുത്ത് അങ്ങനെ ഇവിടുത്തെ ഈ ചോരയുടെ ഇറച്ചിയുടെ ഈ വാളിന്റെ ക്ലാവുമണമൊക്കെ കൊച്ചിന്റെ ആദ്യ കുർബാനായിട്ട് ചേട്ടൻ ഷാപ്പ് വൃത്തിയാക്കാൻ നിൽക്കണം അത് ഞങ്ങൾ ചെയ്തോളൂ മറ്റന്നാളെ ഷാപ്പുള്ളൂ ചേട്ടൻ പള്ളിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്കും ഇത് ഞങ്ങൾ ചെയ്തോളാം അതെ നീ ഒരു കാര്യം പറയാം എന്താണ് അതെ 2 ദിവസത്തേക്ക് നമ്മുടെ പള്ളി ഇതാ ഇത് അൾത്താര ഇത് ബലിവേണം ഇവിടെ ആൾക്കാർ ഇങ്ങനെ എണീറ്റിരിക്കോ മുട്ട കുത്തിരിക്കോ എന്ത് വേണേ ചെയ്യാം ഒരു കുഴപ്പമില്ല നീ വന്നേ നീ വാ കാര്യം പറയാം അടുത്തുള്ള ആളുകളൊക്കെ തന്നെ അതെ കറിയച്ചായോ എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും വരുമോ എടാ കൊച്ചു പിച്ചടക്കം എല്ലാവരും വരും അല്ല ചേട്ടനോട് പണക്കുള്ള ആളുകളും ഉണ്ടാവുമല്ലോ ഈ ദൈവസന്നിധിയിലെ ആർക്കാ കുഞ്ഞാടെ പിണക്കം നീ അവിടെ പോയി മര്യാദയ്ക്ക് പണിയെടുത്ത് കൂടുതൽ കുണയ്ക്കാൻ നിൽക്കല്ലേ പെട്ടോണ്ടോ നോക്കടാ കുണ്ണോടാ இவ்வளோ பேர் இருக்கிறாங்களா இங்கே ദൈവം നിങ്ങളെ വിശദീകരിക്കുമാറാകട്ടെ. വത്സല മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമാറാകട്ടെ. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ എന്നെ യോഗ്യമാക്കുകയും ചെയ്യട്ടെ. ഈശോമിശിഹായുടെ ശരീരം, ഈശോമിശിഹായുടെ ശരീരം. ബ്രെഡ് വാങ്ങി வா சாப்பிட்றாங்கடா. வெஜ்ஜு தானா?
ഇൻവെസ്റ്റിഗേഷൻ ചേച്ചിക്ക് കുറച്ച് പിടിച്ചേരി വെക്കട്ടെ. முன்னாடியே தோணுகிறதா சரி கப்பேருந்தா இப்போ அந்த துணியெல்லாம் அப்படியே இறக்கி விட்டு கல்லு கடை ஆகிடுவானுங்க. இவங்க 2 பேர் மட்டும் தான் வேற ட்ரெஸ் போட்டுருந்தாங்களா? മണിച്ചോ 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 എവിടാ? ആ എവിടെയാന്ന് പറഞ്ഞ അതായിരിക്കുന്നതായിരിക്കും. ആ അതെ ആ ആളിവിടെ ഉണ്ടെന്നുള്ളത് കൃത്യമായ വിവരമാണ്. പക്ഷെ മയിലാടുംപറമ്പിൽ ജോയി എന്നൊരു കുണച്ച പേരല്ലാതെ വേറൊന്നായിരുന്നു നമ്മുടെ അടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും തന്നെ ശരിക്കുമല്ലോ സാർ അല്ലേ? ചേട്ടാ അങ്ങനെയാണെങ്കിൽ നാറിക്ക് നമ്മളോടൊന്നും പറയത്തില്ലേ? സാറ് ദാണ്ടിരിക്കുന്ന മയിലാടുംപറമ്പിൽ ജോയി, നമ്മൾ അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഈ മയിലാടുംപറമ്പിൽ ജോയി ഒറ്റിക്കൊടുക്കണേ അങ്ങനെ ഒരുത്തനുണ്ടേലും അവനൊന്ന് കാണണം. ഒരു സെക്കൻഡ് എടാ, ചിലപ്പോ അവനും ക്രിമിനലായിരിക്കൂടാ. വരാങ്ങളാ? ഞാനെന്തായാലും ഒന്ന് അർമാദിക്കാൻ പോവാ. അവരാച്ചോ ഞാനും വരുന്നുണ്ട്. പിന്നെ വല്ല അട്ടയും പിടിക്കാൻ കഴിഞ്ഞൊന്നും പറഞ്ഞേക്കല്ല. ആ ഇന്ന് അതൊക്കെ ഞാൻ നോക്കി പോകാം. ഇതിന്റെ ഇടയിൽ തങ്ങുമെന്ന് ഞാൻ എന്ത് ചെയ്യാനാണ്? 20 മുമ്പ് ട്രെയിനിങ് ഞാൻ തോക്ക് പിടിച്ചോ. മനുഷ്യനെ വെടി വെച്ചിട്ടുണ്ടെന്നാണ് ആഗ്രഹം. ഒരു കുഞ്ഞിനെ പോലും ഇതുവരെ കൊല്ലാൻ പറ്റിയിട്ടില്ല. ആയിരുന്നൊരു പന്നീനെ അടിച്ചിട്ടുള്ള കാര്യം. പന്നീനടിച്ചിട്ട് ഞാനിത് പൊളിക്ക് വരും. നമുക്കൊരു പോത്തിനടിക്കാവാ. അതെ അതെ அந்த சீனு சிமெண்ட்ரி அப்போ அந்த மாதிரி தான் கத்துனவனே கீழே சண்டையா? കുഞ്ഞുകുണ്ണ നീ കുമ്പളങ്ങോടത്തോളെങ്കിലും നീ ആള് ഭയങ്കരടാ. ஃபஸ்ட்டு வாங்கிட்டாரு. தாத்தா ஒன்றும் போடுது. தாத்தா தான் மிஸ்டீரியஸாக இருக்கிறல்ல, பீடி தாத்தா. சிவப்பு துண்டு ஒன்று போட்டுக்கலாம் ஒருத்தர் தமிழ் ஓகேவா? എന്നാ ഞാൻ 500 രൂപ ചോദിച്ചു മേടിച്ചോ. നീ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ, എന്തോരം പണിയാണ് എടുക്കണേ. എടുത്തോ വന്നേ. ആ പൈസ കാണിച്ചു ഇതിവിടെ കിടന്നതിൻ്റെ വാടക തീറ്റയിലും കുടിയുടെയും ആയിട്ട് ഒരു 1000 രൂപ കൂടെ വരാനുണ്ട്. അത് തങ്ങും വരുമ്പോൾ മേടിച്ചതായി. അവരിതുവരെ ഒന്നുമില്ലല്ലോ. അവരെ വല്ല ആലയും ചവിട്ടിക്കൊണ്ടാണോടാ. അവർ 2 ദിവസം കഴിയുമ്പം വെറുകാരിപ്പെണ്ണങ്ങളോ ഒന്നൊരു ചീഞ്ഞ് ആറണമെന്ന്. എന്നാലും നീ ഇവിടെ ഒരു ചാക്ക് എടുത്തുകൊണ്ട് പോയി എന്നെ കൈയും കാലും ഒക്കെ പറിച്ചു കൂട്ടിയിട്ട് എന്നെ അറിയിച്ചാൽ മതി കേട്ടോ. അത് അറിയിക്കും. ശ്രേഷ്ഠന്മാരിലൊരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. കുണ്ടി വെയിലടിച്ചിട്ട് വരുന്ന അതിന്റെ മക്കളെയും കാണാനില്ലോടാ. നിന്റെ ഒക്കെ മുതലാളില്ലാത്ത അങ്കൻ ആ വയറിന് കാണാനില്ലോ.
4-5 ദിവസം കഴിയുമ്പോൾ വരേണ്ടവൻ അത് ரொம்ப நாள் ஆயிடுச்சாடா അവനെന്തിനാടാ പോലീസ് നോക്കുന്നത്? ஆமாம் இது குழி தோண்டதான் குழி தோண்ட மாதிரி தெரியல. 2 நாளில் தான் நாங்கள் தேடினாங்க வந்துடுவோம் நாங்கள். கொஞ்ச நாளில் வந்து அந்த ஜாய் கொஞ்ச நாளில் வந்துடுவோன்ற மாதிரி சொல்லியிருந்தாங்க. ஆனால் அந்த லேடிஸ் இருந்தா வேற லெவல் இருந்துச்சு. என்னடா இந்த மாதிரி கலங்குது பற்றியா? என்னத்த பார்த்தாரு இப்போ? இது உள்ள பார்த்தாரு தெரியலையே. வந்துட்டாங்கடா. மாடு அடியில் பொழுது. அது அடியில் அவங்க விட்டுக்கிறாருன்னு நீங்கள் சொல்லுவாங்க. அவ்வளோ பேர் ஆள் எப்படி பார்த்துட்டு മതിയടാ. എന്നാലും വെറും ഒരു പീച്ചയായി നിന്റെ ശുപാർശ ഈ ഓഞ്ഞ ചാറേക്കടൽ എന്നെ തിരിച്ചെടുത്തെന്ന് ഓർക്കുന്നതാണ്. ഏതടാ പണിക്ക് വന്ന ഷാപ്പിലോ? ഷാപ്പിലല്ല, റബ്ബറിന്റെ കുഴുത്ത ഉണ്ട. എന്താ നിന്റെ പേര്? ഷാജീവൻ. ഷാജീവൻ അതത്ര സുഖമുള്ള പേരല്ലല്ലോടാ. കൂടകന തന്നെ മാറ്റി പിടിക്കുന്ന പതിവ് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും. ഇത് ഏതടാ ഈ പുതിയ 2 മരപ്പട്ടികൾ? അടുത്ത് കുടികുത്താൻ വന്നവരാ. കണ്ടിട്ട് ഒരുമാതിരി പാമ്പും പേരിപ്പുണ്ടല്ലോ. അല്ല അവരിവിടെ ഇല്ലല്ലോ, വരുന്നവരെ ഇവിടെ വന്നോളാൻ പറഞ്ഞു. നോട്ടൊന്നും അത്ര ശരിയല്ല. കന്നഡത്തില് പറ്റിയാ ஃப்ரேமிங் தானே பயங்கரமாக. எப்படி பேக்ரவுண்டில் போகிறேன்? ആകാശത്തിന്റെ ബന്ധ അത്ഭുത മനുഷ്യന് ഭൂമിയൊന്നും തുത്തു குச்சின்னு தான் இருக்கிறானுங்க.